സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ സ്ത്രീപക്ഷ നിയമങ്ങള് ഭർത്താവിനോടും ഭർത്തൃവീട്ടുകാരോടുമുള്ള വൈരാഗ്യം തീർക്കാനായി ദുരുപയോഗപ്പെടുത്തുന്ന പ്രവണത അനുവദിച്ചുകൂടാ. സ്ത്രീപക്ഷ നിയമങ്ങളിലെ ഏകപക്ഷീയമായ വ്യവസ്ഥകൾ എടുത്തുകളയണം. സ്ത്രീസംരക്ഷണ നിയമങ്ങളുടെ ദുരുപയോഗത്തില് വീണ്ടും ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നു സുപ്രീം കോടതി. തമിഴ്നാട് ജോളാർപേട്ടയിലെ റെയിൽവേ ഉദ്യോഗസ്ഥനായ യുവാവിനും കുടുംബത്തിനുമെതിരെ ഭാര്യ നൽകിയ പീഡന പരാതിയുടെ പരിഗണനാ വേളയില് ഭാര്യയുടെയും കുടുംബത്തിന്റെയും നിരന്തര പീഡനവും ദ്രോഹവും കാരണം ബംഗളൂരുവില് ഐ.ടി. ഉദ്യോഗസ്ഥന് ആത്മഹത്യ ചെയ്ത സംഭവത്തിലേക്ക് വിരല് ചൂണ്ടിയാണ് കോടതിയുടെ വിമർശം. തന്റെ മരണത്തിനു കാരണം ഭാര്യയും ഭാര്യാവീട്ടുകാരും കുടുംബ കോടതി ജഡ്ജിയുമാണെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിവെച്ചാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാനാണ് രാജ്യത്ത് സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ നടപ്പാക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് അനീതിയായി മാറരുത്. കേവല ആരോപണങ്ങളുടെ പേരില് മാത്രം സ്ത്രീപീഡന പരാതികളില് കേസെടുക്കരുതെന്നും നിരപരാധികളായ കുടുംബാംഗങ്ങളെ ഉപദ്രവിക്കാന് നിയമം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ കീഴ്ക്കോടതികള് ജാഗ്രത പാലിക്കണമെന്നും ജസ്റ്റിസുമാരായ ബി.വി. നാഗരത്ന, എൻ. കോടീശ്വർ സിംഗ് എന്നിവരുൾപ്പെട്ട സുപ്രീം കോടതി ബഞ്ച് മുന്നറിയിപ്പ് നൽകി. ഇത്തരം കേസുകള് വന്നാല് തള്ളിക്കളയണമെന്നും സുപ്രീം കോടതി ബഞ്ച് കീഴ്ക്കോടതികളോട് നിർദ്ദേശിച്ചു. സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതികളിൽ നിന്നും വനിതാ കമ്മീഷനുകളിൽ നിന്നും സ്ത്രീപക്ഷ നിയമങ്ങളുടെ ദുരുപയോഗത്തിനെതിരെ മുമ്പും രൂക്ഷ വിമർശം ഉയർന്നിട്ടുണ്ട്. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പീഡനങ്ങളെ പ്രതിരോധിക്കാനുള്ള പരിചയായി ഉപയോഗിക്കേണ്ട സ്ത്രീസംരക്ഷണ നിയമങ്ങളെ പല സ്ത്രീകളും ഭർത്താവിനെതിരെ ആയുധമായി ദുരുപയോഗപ്പെടുത്തുന്നതായി 2024 സെപ്റ്റംബർ 12-നും 2014 ഡിസംബർ 3-നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗാർഹിക, സ്ത്രീധന പീഡനങ്ങൾക്കെതിരായ നിയമങ്ങളാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നതെന്നാണ് ജീവനാംശവുമായി ബന്ധപ്പെട്ട ഒരു കേസ് പരിഗണിക്കവെ ഇക്കഴിഞ്ഞ സെപ്റ്റംബറില് ജസ്റ്റിസുമാരായ ബി.ആർ. ഗവായ്, പ്രശാന്ത് കുമാർ മിശ്ര, കെ.വി. വിശ്വനാഥന് എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബഞ്ച് നിരീക്ഷിച്ചത്. 2023 ആഗസ്റ്റ് 9-ന് ബോംബെ ഹൈക്കോടതിയുടെ ഔറംഗാബാദ് ബഞ്ചും സ്ത്രീസംരക്ഷണ നിയമത്തിന്റെ ദുരുപയോഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഗാർഹിക പീഡന നിയമം വൻതോതില് ദുരുപയോഗം ചെയ്യുന്നതായി സർക്കാരിന് വിവരം ലഭിച്ചതായി 2016 മെയില് അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി കിരൺ റിജിജു രാജ്യസഭയില് പ്രസ്താവിക്കുകയുമുണ്ടായി. സ്ത്രീധനത്തിന്റെ പേരിലും മറ്റും ഭർതൃഗൃഹത്തില് സ്ത്രീകള് പീഡിപ്പിക്കപ്പെടുകയും മർദ്ദനത്തിനിരയാക്കപ്പെടുകയും ചെയ്യുന്നത് സംബന്ധിച്ച പരാതികൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഗാർഹിക പീഡനങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള നിയമം 2005-ൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു നടപ്പാക്കിയത്. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പലതും കർക്കശമാണ്. ഗാർഹിക പീഡനത്തെക്കുറിച്ച് ഒരു സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പാകെയോ മജിസ്ട്രേറ്റിന് മുമ്പാകെയോ പരാതിപ്പെട്ടാല് തെളിവ് അന്വേഷിക്കാതെയും പരാതിയുടെ സത്യാവസ്ഥ ഉറപ്പുവരുത്താതെയും കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യാമെന്നാണ് ചട്ടം. സാധാരണ ഒരു കുറ്റകൃത്യം സംബന്ധിച്ച പരാതിയില് അത് തെളിയിക്കേണ്ടത് പരാതി നൽകിയ വ്യക്തിയാണെങ്കില് ഗാർഹിക പീഡനവിരുദ്ധ നിയമത്തില് താന് നിരപരാധിയാണെന്നു തെളിയിക്കേണ്ട ബാധ്യത കുറ്റാരോപിതനാണ്. ഏകപക്ഷീയമായ ഈ നിയമം ദുരുപയോഗം ചെയ്യാന് സാധ്യതയുണ്ടെന്ന് അന്നുതന്നെ നിയമജ്ഞരും സേവ് ഇന്ത്യൻ ഫാമിലി ഫൗണ്ടേഷന് പോലുള്ള പുരുഷ സംഘടനകളും ആശങ്ക പ്രകടിപ്പിച്ചതാണ്. അതാണ് പിന്നീട് സംഭവിച്ചതും. വിവാഹബന്ധത്തില് ഭിന്നതയും തർക്കങ്ങളും സാധാരണമാണ്. സ്ത്രീധന പ്രശ്നത്തിന്റെ പേരില് മാത്രമല്ല, ഭാര്യയുടെ അനുസരണക്കേട്, വഴിവിട്ട ബന്ധങ്ങള് തുടങ്ങിയ കാര്യങ്ങളെ ചൊല്ലിയും ഭർത്താവും ഭാര്യയും തമ്മില് ഭിന്നതയിലാകുകയും അകലുകയും ചെയ്യാറുണ്ട്. ഭാര്യയുടെ സ്വഭാവദൂഷ്യത്തിന്റെ പേരിൽ ഉയരുന്ന ഇത്തരം പിണക്കങ്ങളിലും തർക്കങ്ങളിലും സ്ത്രീ പലപ്പോഴും കോടതിയിലെത്തുന്നത് സ്ത്രീപീഡന നിയമത്തിന്റെ മറവിലാണ്. ഇത്തരം പരാതികളുടെ പൊള്ളതരും പലപ്പോഴും വിചാരണക്കിടെ വെളിപ്പെട്ടിട്ടുമുണ്ട്. ഭർത്താവിന്റെ ക്രൂരമായ പീഡനത്തെ തുടർന്ന് തന്റെ ഗർഭം അലസിയെന്ന് പരാതിപ്പെട്ട് 2014-ല് ദക്ഷിണ ഡൽഹിയിൽ ഒരു സ്ത്രീ കോടതിയെ സമീപിച്ചു. ചോദ്യം ചെയ്യലിൽ പരാതി വ്യാജമാണെന്നും ഗർഭം അലസിപ്പിച്ചത് സ്വമേധയാണ്, ഭർത്താവിന് അതിലൊരു പങ്കുമില്ലെന്നും പരാതിക്കാരി സമ്മതിച്ചു. അതോടെ വാദി പ്രതിയായി മാറി. സ്ത്രീക്കെതിരെ കേസ് ഫയൽ ചെയ്ത് അന്വേഷണം നടത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് 2017 സെപ്റ്റംബറിൽ കൊച്ചി വൈറ്റില ജംഗ്ഷനില് സിനിമ സീരിയല് രംഗങ്ങളില് പ്രവർത്തിക്കുന്ന 3 സ്ത്രീകള് ടാക്സി ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച സംഭവം. പട്ടാപ്പകല് നൂറുകണക്കിനാളുകള് നോക്കി നിൽക്കെയായിരുന്നു അക്രമം. സംഭവം വിവാദമായതോടെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനായി സ്ത്രീകള് നിരപരാധിയായ ഡ്രൈവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. ഡ്രൈവര് തങ്ങളോട് മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതിയില് സ്ത്രീകൾ ആരോപിച്ചത്. ഇതാണ് പല സ്ത്രീപീഡന, മർദ്ദന പരാതികളുടെയും അവസ്ഥ. പുരുഷന്മാരെക്കാള് ദുർബലരും കായികശക്തി കുറഞ്ഞവരുമെന്ന നിലയിലാണ് സ്ത്രീസംരക്ഷണ നിയമങ്ങൾ നടപ്പാക്കിയത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെ സ്ത്രീപക്ഷ നിയമങ്ങള് ഭർത്താവിനോടും ഭർത്തൃവീട്ടുകാരോടുമുള്ള വൈരാഗ്യം തീർക്കാനായി ദുരുപയോഗപ്പെടുത്തുന്ന പ്രവണത അനുവദിച്ചുകൂടാ.
സ്ത്രീപക്ഷ നിയമങ്ങളിലെ ഏകപക്ഷീയമായ വ്യവസ്ഥകൾ എടുത്തുകളയണം. നിരപരാധികളെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്തണം. നിയമരംഗത്ത് തുല്യത ഉറപ്പുവരുത്തുകയും ചെയ്യണം.